Good morning students. Welcome to a dream classroom. നമ്മൾ ഇന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ബ്ലോക്ക് 3യിലെ 12ാമത്തെ 12th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ബ്ലോക്ക് 3 12th യൂണിറ്റ്. ചാപ്റ്ററിന്റെ പേര് നോക്കൂ, റെലവൻസ് ഓഫ് ഇൻഡിജീനിയസ് നോളജ്. എന്താണ് ഇൻഡിജീനിയസ് നോളജ് പറഞ്ഞാൽ എന്താ? പ്രാദേശികമായിട്ടുള്ള അറിവിനെ കുറിച്ചുള്ള ഒരു റെലവൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ അനലൈസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇൻഡിജീനിയസ് നോളജ്? പ്രാദേശികമായിട്ടുള്ള അറിവ് എന്നതുകൊണ്ട് എന്താണ്? നമുക്കറിയാം, പ്രാദേശികമായിട്ടുള്ള അറിവ് എന്ന് പറയുമ്പോൾ എന്ത് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ ആ മഴക്കാർ മൂടുമ്പോൾ തന്നെ അതിൻ്റെ ആ പ്രത്യാഘാതം അവർ പറയും അല്ലേ. തെക്ക് നിന്നാണ് മഴ, കിഴക്ക് നിന്നാണ് മഴ, അതെത്ര ആ മഴക്കാറിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും. മാത്രമല്ല, നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് അതിലൂടെ പഠനം നടത്തിയിട്ടുള്ള ആളുകളൊക്കെയാണെങ്കിൽ കൂടുതൽ കാലാവസ്ഥാ നിരീക്ഷണം മനസ്സിലാക്കി അതിൻ്റെ ഓരോ വ്യതിയാനത്തെക്കുറിച്ചും പറയാൻ കഴിയും. യെല്ലോ അലർട്ടാണ്, റെഡ് അലർട്ടാണ്, ഓറഞ്ച് അലർട്ടാണ്, അങ്ങനെ അലർട്ടുകളൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയും. അപ്പോൾ ഈ ദുരന്തം, അതായത് നമ്മളുടെ ക്ലൈമറ്റിനെ കുറിച്ചുള്ള മുന്നറിവുകളും അതുമായി ബന്ധപ്പെട്ട പ്രാദേശിക അറിവുകളുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. The traditional knowledge is the unique traditional local knowledge existing within and developed around the specific condition of women and men indigenous to a particular geographic area. 1998. അതായത് പരമ്പരാഗത അറിവ് എന്നത്, ട്രഡീഷണൽ നോളജ് എന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രത്യേക സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നതും വികസിച്ചെടുത്തതുമായ അതുല്യവും പരമ്പരാഗതവുമായ പ്രാദേശിക അറിവാണ്. ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Traditional knowledge is the unique traditional local knowledge existing within and developed around the specific condition of women and men indigenous to a particular geographic area. അതായത് ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇവിടെ? അതായത് പരമ്പരാഗതമായിട്ടുള്ള അറിവ് എന്നത് സ്ത്രീകളുടെയും ഇവിടെ വുമൺ, പരമ്പരാഗതമായ അറിവ് എന്ന് പറഞ്ഞാൽ വുമൺസിൻ്റെയും മെൻസിൻ്റെയും, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രത്യേക സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നതും വികസിച്ചെടുത്തതുമായ അതുല്യവും പരമ്പരാഗതവുമായ പ്രാദേശിക അറിവാണ്. പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിന് തദ്ദേശീയവുമാണ് ഇത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന പരമ്പരാഗതമായിട്ടുള്ള അറിവിനെ കുറിച്ചാണ് ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The word traditional knowledge is derived on the belief that the local community have knowledge about the history of their locality based on the past experience. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക പരമ്പരാഗത അറിവ് ഉടലെടുത്തിരിക്കുന്നത്. അപ്പം ട്രഡീഷണൽ നോളജ് ഉടലെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? The word traditional knowledge is derived on the belief that the local communities have knowledge about the history of their locality based on the past experience. Past experience എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകാല അനുഭവങ്ങൾ.
പാസ്റ്റ് എക്സ്പീരിയൻസ്, ലൊക്കാലിറ്റി ബേസ്ഡ് എന്നാ പറയുന്നത്. അപ്പൊ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനമാക്കി പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേൾഡ് ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വേൾഡ് ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വേൾഡ് ട്രഡീഷണൽ നോളജ് പറഞ്ഞാൽ എന്താണ്? അതായത് മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതിനെ കണക്കാക്കുന്നത്? വേൾഡ് ട്രഡീഷണൽ നോളജിനെ കണക്കാക്കുന്നത്. അപ്പോൾ മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതിനെ കണക്കാക്കുന്നത്? വേൾഡ് ട്രഡീഷണൽ നോളജിനെ കണക്കാക്കുന്നത്. ആൻഡ് ദെൻ അടുത്തതായിട്ട് എന്താ പറയുന്നത്? ബെർക്കഫ്, ഒരു സോഷ്യോളജിസ്റ്റ് ആട്ടോ. Berkhoff 2007 defined traditional knowledge as a body of cumulative knowledge, practice and belief evolving by adaptive process and handed down through generation by cultural transmission about the relationship of living being with one another and the environment. അതായത് ബെർക്കഫിന്റെ അഭിപ്രായത്തിൽ പാരമ്പര്യ അറിവിനെ നിർവചിക്കുന്നത്, ട്രഡീഷണൽ നോളജിനെ നിർവചിക്കുന്നത്, അതായത് ആസ് എ ബോഡി ഓഫ് കുമുലേറ്റീവ് നോളജ്. ബെർക്കഫിന്റെ അഭിപ്രായത്തിൽ ട്രഡീഷണൽ നോളജ് പറഞ്ഞാൽ എന്താണ്? എ ബോഡി ഓഫ് കുമുലേറ്റീവ് നോളജ്. എന്താ കുമുലേറ്റീവ് നോളജ് പറഞ്ഞാൽ? അറിവിന്റെ കൂട്ടം. ക്യുമുലേറ്റീവ് നോളജ് എന്നതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അറിവിൻ്റെ കൂട്ടം, അതല്ലെങ്കിൽ ഒന്നിച്ചെല്ലാവർക്കും ഒരുപാടുള്ള അറിവ്, അതാണ് ക്യുമുലേറ്റീവ് അറിവ്. പിന്നെന്താ അവിടെ വരുന്നത്? പ്രാക്ടീസ്, ആചാരം, അതേപോലെ തന്നെ ബിലീഫ്, വിശ്വാസം. അപ്പോൾ ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് ബെർക്കഫ് എന്താണ് വ്യക്തമാക്കുന്നത്? അറിവിൻ്റെ കൂട്ടം, ആചാരം, വിശ്വാസം എന്നിവയുടെ ഒരു ശേഖരം. മാത്രമല്ല അവിടെ എന്ത് പ്രക്രിയയാണ്? അഡോപ്റ്റീവ് പ്രോസസ്, ദത്തെടുക്കൽ പ്രക്രിയയിലൂടെ പരിണമിച്ച് ജീവജാലങ്ങളുടെ പരസ്പരവും പരിസ്ഥിതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ കൾച്ചറൽ ട്രാൻസ്മിഷൻ വഴി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ വഴി തലമുറകളെ കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അറിവിൻ്റെ ഒരു കൂട്ടത്തെയും വിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ നമുക്ക് എന്തായിട്ട് ചൂണ്ടിക്കാണിക്കാം? ട്രഡീഷണൽ നോളജ്. ഇപ്പോൾ ബേക്കറിൻ്റെ അഭിപ്രായത്തിൽ ട്രഡീഷണൽ നോളജ് ആസ് എ ബോഡി ഓഫ് കുമുലേറ്റീവ് നോളജ്. കുമുലേറ്റീവ് നോളജ് പറഞ്ഞാൽ എന്താ? അറിവിൻ്റെ ഒരു കൂട്ടം, പ്രാക്ടീസ്, അതേപോലെ തന്നെ അറിവിൻ്റെ ഒരു കൂട്ടത്തെയും പിന്നെന്താണ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ആചാരത്തെയും ബിലീഫ്, വിശ്വാസത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഡാപ്റ്റീവ് പ്രോസസ്സ് പറഞ്ഞാൽ എന്താണ്? ദത്തെടുക്കൽ, അതായത് ദത്തെടുക്കൽ പ്രക്രിയയിലൂടെ പരിണമിച്ച് ഒരു അഡാപ്റ്റീവ് പ്രോസസ്സിലൂടെ പരിണമിച്ചുകൊണ്ട് ജീവജാലങ്ങളുടെ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ പരസ്പരവും പരിസ്ഥിതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ വഴി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ അഡാപ്റ്റീവ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാണ്? കൾച്ചറൽ ട്രാൻസ്മിഷൻ വഴി ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് ബേക്കർ അർത്ഥമാക്കുന്നത്. The traditional knowledge can be also called as indigenous knowledge. അതേപോലെ തന്നെ
The traditional knowledge can be also called as indigenous knowledge or local knowledge. ട്രഡീഷണൽ നോളജിനെ നമുക്ക് ഏത് പേരിൽ വിളിക്കാം? പ്രാദേശിക അറിവെന്നും ലോക്കൽ അറിവെന്നും വിളിക്കാം. പരമ്പരാഗത നോളജിനെ, ട്രഡീഷണൽ നോളജിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇൻഡിജീനിയസ് നോളജ് എന്നും പറയാം, ലോക്കൽ നോളജ് എന്നും പറയാം. ട്രഡീഷണൽ നോളജിനെ നമുക്ക് രണ്ട് രീതിയിൽ വിളിക്കാം. ഇൻഡിജീനിയസ് നോളജ് എന്നും വിളിക്കാം, ലോക്കൽ നോളജ് എന്നും വിളിക്കാം. Describe the traditional knowledge as a cumulative body of knowledge, know how, practices and representation maintained and developed by people with extended histories of interaction with the natural environment, while indigenous are attached to place and indigenous people. അതേപോലെ തന്നെ അപ്പോൾ ടീച്ചർ പറഞ്ഞു ട്രഡീഷണൽ നോളജിനെ നമുക്ക് രണ്ട് രീതിയിൽ വിളിക്കാം. ഏതൊക്കെ? ഇൻഡിജീനിയസ് നോളജ് ആയിട്ടും അതേപോലെ തന്നെ ലോക്കൽ നോളജ് ആയിട്ടും നമുക്കതിനെ വിളിക്കപ്പെടാം എന്നാണ് പറയുന്നത്. കൂടാതെ പിന്നെന്താണ്? ഡിസ്ക്രൈബ് ദ ട്രഡീഷണൽ നോളജ് ആസ് എ കുമുലേറ്റീവ് ബോഡി ഓഫ് നോളജ്, നോ ഹൗ, പ്രാക്ടീസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ. അതായത് പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിൻ്റെ വിപുലമായ ചരിത്രമുള്ള ആളുകൾ പരിപാലിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന അറിവ്, ആചാരങ്ങൾ, പ്രാതിനിധ്യം എന്നിവയുടെ ഒരു കൂട്ടമാണ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. മാത്രമല്ല തദ്ദേശീയർ സ്ഥലത്തോടും ദേശീയ ജനങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ട്രഡീഷണൽ നോളജിനെ ഇൻഡിജീനിയസ് നോളജ് എന്നും ലോക്കൽ നോളജ് എന്നും വിളിക്കാം. മാത്രമല്ല പരമ്പരാഗത അറിവിനെ നാച്ചുറൽ പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിൻ്റെ വിപുലമായ ചരിത്രമുള്ള ആളുകൾ പരിപാലിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന അറിവ് അതേപോലെ എന്ന് പറഞ്ഞ അറിവ്, പിന്നെ പ്രാക്ടീസസ്, ആചാരങ്ങൾ, റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം എന്നിവയുടെ ഒരു ശേഖരമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം അതിനെ തദ്ദേശീയർ സ്ഥലത്തോടും ദേശീയ ജനങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് ട്രഡീഷണൽ നോളജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ടോപ്പിക് ഏതാ? ശ്രദ്ധിച്ചോളൂ. ഇൻഡിജീനിയസ് നോളജ് ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. പ്രാദേശികമായ അറിവുകൾ ദുരന്തത്തിന്റെ റിസ്ക് റിഡക്ഷൻ ചെയ്യുന്നു, കുറയ്ക്കുന്നു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? പ്രാദേശികമായ അറിവ്, ഇൻഡിജീനിയസ് നോളജ് റിസ്ക് കുറയ്ക്കുന്നു. എന്തിൻ്റെ? ഡിസാസ്റ്ററിൻ്റെ. പ്രാദേശികമായിട്ടുള്ള അറിവ് ഡിസാസ്റ്ററിൻ്റെ റിസ്ക് കുറയ്ക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കാം? പ്രാദേശികമായിട്ട് നമുക്കൊരു അറിവുണ്ടെങ്കിൽ ഡിസാസ്റ്ററിൻ്റെ റിസ്ക് റിഡക്ഷൻ ചെയ്യുന്നു എന്നാണ് ടോപ്പിക്ക്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതായത് ദിസ് സെക്ഷൻ ഡിസ്കസ് ഹൗ ദ ട്രഡീഷണൽ നോളജ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഡിസാസ്റ്റർ റിസ്ക്. പരമ്പരാഗത അറിവ് ദുരന്ത സാധ്യത കുറയ്ക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നു. ദിസ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ ചർച്ച ചെയ്യുക. ഹൗ ദ ട്രഡീഷണൽ നോളജ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ഡിസാസ്റ്റർ റിസ്ക്. ട്രഡീഷണൽ നോളജ് എങ്ങനെയാണ് ദുരന്തത്തിൻ്റെ റിസ്കിനെ കുറയ്ക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ ഈ സെക്ഷൻ വഴി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൻ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ട്രഡീഷണൽ നോളജ് വഴി എങ്ങനെയാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ ഡിസ്കഷൻ നടത്തുന്നത്. ഇറ്റ് ഈസ് ആൾവേസ് obvious that the local people know their land and environment truly well. അതേപോലെ തന്നെ തദ്ദേശവാസികൾക്ക് അവരുടെ ഭൂമിയെയും പരിസ്ഥിതിയെയും നന്നായി അറിയാമെന്ന് എല്ലായ്പ്പോഴും വ്യക്തമാണ്. ഇറ്റ് ഈസ് ആൾവേസ് obvious that the local people
know their land and environment truly well. അതായത് തദ്ദേശവാസികൾക്ക് അവരുടെ ഭൂമിയെക്കുറിച്ചും അവരുടെ പരിസ്ഥിതിയെക്കുറിച്ചും നന്നായി അറിയാമെന്ന് വ്യക്തമാണ്. അതാണ് എന്ത് ഇൻഡിജീനിയസ് നോളജ് പറഞ്ഞ പ്രാദേശികമായ അറിവ്. ഇപ്പോൾ ഒരു തലമുറ ഒരു ഏരിയയിൽ ഒരു കുന്നിൻ താഴ്വരയുടെ അടിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ എപ്പോഴൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുക, അവിടെ എന്തൊക്കെ മഴക്കാലമാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും. ഇപ്പോൾ ഒരു പുഴയുടെ അരികിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാം മഴക്കാലം സീസൺ ടൈം ആകുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്ന് അവർക്ക് ഒരു പ്രാദേശികമായിട്ടൊരു അറിവുണ്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയുക, ഇൻഡിജീനിയസ് നോളജ് എന്ന് പറയുക. അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ള കാരണം തദ്ദേശവാസികൾക്ക് അവരുടെ ഭൂമിയെയും പരിസ്ഥിതിയെയും നന്നായി അറിയാമെന്ന് എല്ലായ്പ്പോഴും വ്യക്തമാണ്. കൂടാതെ they have a unique ability through traditional wisdom to get and store the information on natural disasters that their land is exposed to. Hence, focus should be laid on the local people to make their situation better. അതായത് പരമ്പരാഗത ജ്ഞാനത്തിലൂടെ അവരുടെ ഭൂമി നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാനും സംഭരിക്കാനും അവർക്ക് സവിശേഷമായ കഴിവുണ്ട്. അപ്പോൾ ഒരു ട്രഡീഷണൽ വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗതമായ ജ്ഞാനത്തിലൂടെ അവരുടെ ഭൂമി നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാനും അവ സംഭരിക്കാനും സവിശേഷമായ കഴിവ് ഇവർക്കുണ്ട്. ഹെൻസ് focus should be laid on the local people to make their situation better. അതിനാൽ അവരുടെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് തദ്ദേശവാസികളിൽ ശ്രദ്ധ കേന്ദ്രീകരണം ആവശ്യമാണ്. അപ്പോൾ അതിനാൽ അവരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് എപ്പോഴും തദ്ദേശവാസികളിലാണ് എന്ത് വേണ്ടത്? ശ്രദ്ധ വേണ്ടത്. അപ്പോൾ ട്രഡീഷണൽ നോളജ് അഥവാ ഇൻഡിജീനിയസ് നോളജ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള അറിവുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ആ ഏരിയയെ കുറിച്ച് കൂടുതൽ അറിവും ബോധവും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എപ്പോഴും മാത്രമല്ല അവരുടെ ഭൂമി നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാനും സംഭരിക്കാനും അവർക്ക് സവിശേഷമായ കഴിവുണ്ടായിരിക്കും. അതിനാൽ അവരുടെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് തദ്ദേശവാസികളിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിനെയാണ് ഇൻഡിജീനിയസ് നോളജ് ആൻഡ് ഡിസാസ്റ്റർ റിഡക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾക്ക് അതിൽ പഠിക്കാനുള്ളത് അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിസാസ്റ്ററിൻ്റെ റിസ്ക് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ ഏകദേശം 5 കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ 2015 suggested the following points to be included in the disaster risk reduction. 2015 അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ ചില കാര്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? ദുരന്തത്തിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ദുരന്തത്തിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2015 അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ 2015 ചില നിർദ്ദേശങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയെന്നാണ് നമ്മളിനി നോക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശമാണ് അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്ററിന്റെ റിസ്ക് കുറയ്ക്കാൻ തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതില് ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. അതായത് securing the impact of indigenous people and their cultural and environmental knowledge in the development and implementation of government disaster risk reduction plan. അതായത് securing the impact of indigenous people and their cultural and environmental knowledge in the development and implementation of government disaster risk reduction plan.
ഗവൺമെന്റ് ദുരന്ത സാധ്യത ലഘൂകരണ പദ്ധതികളുടെ വികസനത്തിലും നടപ്പാക്കലിലും തദ്ദേശവാസികളുടെ സ്വാധീനവും അവരുടെ സംസ്കാരവും പാരിസ്ഥിതികമായ അറിവും സുരക്ഷിതമാക്കുക. അതായത് സെക്യൂറിംഗ് ദ ഇൻപുട്ട് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ, പ്രാദേശിക ജനങ്ങൾ. ഇൻഡിജീനിയസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാദേശിക ജനങ്ങളുടെ എന്തൊക്കെ സംരക്ഷിക്കാനാണ് ദിയർ കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ നോളജ്, പ്രാദേശിക ജനങ്ങളുടെ സാംസ്കാരികവും പരിസ്ഥിതിയുമായിട്ടുള്ള അറിവ് സെക്യൂറിങ് ചെയ്യുക. എന്തിനു വേണ്ടി? ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാൻ. ഗവൺമെന്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാന് രൂപം കൊടുക്കുമ്പോൾ എന്തിനെ സംരക്ഷിക്കണം എന്നാ പറയുന്നത്? പ്രാദേശിക ജനങ്ങളുടെ സംസ്കാരത്തെയും എൻവയോൺമെന്റൽ നോളജിനെയും എന്ത് ചെയ്യണം? സെക്യൂറിങ് ചെയ്യണം, സംരക്ഷിക്കണം. ഇപ്പൊ ഗവൺമെന്റ് ദുരന്ത സാധ്യത ലഘൂകരണ പദ്ധതികളുടെ വികസനം നടപ്പാക്കുമ്പോൾ തദ്ദേശവാസികളുടെ സ്വാധീനവും അവരുടെ സംസ്കാരവും പാരിസ്ഥിതികമായിട്ടുള്ള അവരുടെ എൻവയോൺമെന്റൽ നോളജും സുരക്ഷിതമാക്കുക. അതാണ് ഒന്നാമതായിട്ട് അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ 2015 പറഞ്ഞത്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താന്ന് നോക്കാം. ഇന്റഗ്രേറ്റിംഗ് ആൻ ഇൻഡിജീനിയസ് പെർസ്പെക്റ്റീവ് ഇൻടു ഗവൺമെന്റ് ആൻഡ് ഡിസാസ്റ്റർ പ്ലാൻ ദാറ്റ് റിഫ്ലക്ട് how climate change is contributing to increased disaster risk. Integrating an indigenous perspective into government disaster plan that reflect how climate change is contributing to increased disaster risk. അതായത് കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നത് എന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു തദ്ദേശീയ വീക്ഷണം സർക്കാർ ദുരന്ത പദ്ധതികളിൽ സംയോജിപ്പിക്കുക. അതായത് ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഡിസാസ്റ്റർ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതെന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു തദ്ദേശീയമായ വീക്ഷണം, ഇൻഡിജീനിയസ് പെർസ്പെക്റ്റീവ്. ഇൻഡിജീനിയസ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയം, പെർസ്പെക്റ്റീവ് പറഞ്ഞ വീക്ഷണം, കാഴ്ചപ്പാട്. അപ്പോ ഒരു ഇൻഡിജീനിയസ് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യണം? സർക്കാർ ദുരന്ത പദ്ധതികളിൽ സംയോജിപ്പിക്കുക. ഒന്നുകൂടിയും പറയാം. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഡിസാസ്റ്റർ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതെന്ന് പ്രതിഫലിക്കുന്ന ഒരു ഇൻഡിജീനിയസ് വീക്ഷണം സർക്കാർ ദുരന്ത പദ്ധതികളിൽ സംയോജിപ്പിക്കുക. ആൻഡ് തേർഡ് പോയിന്റ് ആണ് കൺസിഡറിംഗ് ഹൗ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ദ ഡിസാസ്റ്റർ വാലിനബിലിറ്റി ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ. അതായത് തദ്ദേശവാസികളുടെ ദുരന്ത സാധ്യതയെ അടിസ്ഥാന സൗകര്യ വികസനവും കാലാവസ്ഥാ വ്യതിയാനവും എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിഗണിക്കുക. കൺസിഡറിംഗ് ഹൗ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ദ ഡിസാസ്റ്റർ വാലിനബിലിറ്റി ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ. അതായത് തദ്ദേശീയരുടെ ഭാഷാപരവും കൺസിഡറിംഗ് ഹൗ ഇൻഫ്രാസ്ട്രക്ചർ എന്നാ പറയുന്നത് തദ്ദേശികളുടെ ദുരന്ത സാധ്യതയെ അടിസ്ഥാന സൗകര്യ വികസനവും കാലാവസ്ഥാ വ്യതിയാനവും എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിഗണിക്കുക. തദ്ദേശവാസികളുടെ ദുരന്ത സാധ്യതയെ അടിസ്ഥാന സൗകര്യ വികസനവും ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെയാണ് ബാധിക്കുന്നത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെയാണ് ബാധിക്കുന്നത് ഇൻഡിജീനിയസ് പീപ്പിളിനെ എന്ന് പരിഗണിക്കുക. തദ്ദേശ ജനങ്ങൾ, ഇൻഡിജീനിയസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ തദ്ദേശവാസികൾ, ആ തദ്ദേശവാസികളെ അടിസ്ഥാന സൗകര്യ വികസനവും ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പരിഗണിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റിലൂടെ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്താ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. Collaborating indigenous people in the design and implementation of early warning system in order to
order to ensure their linguistic and cultural relevance. അതായത് തദ്ദേശീയരുടെ ഭാഷാപരവും സാംസ്കാരികവുമായ പ്രസക്തി ഉറപ്പാക്കുന്നതിനായി മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ രൂപകൽപ്പനയിലും നടപ്പാക്കലിലും അവരെ സഹകരിക്കുക. തദ്ദേശീയരുടെ ഇൻഡിജീനിയസിന്റെ ഭാഷയും ലാംഗ്വേജും കൾച്ചറും പ്രസക്തി ഉറപ്പാക്കുന്നതിനായി മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ രൂപകൽപ്പനയിലും നടപ്പാക്കലിലും അവരെ സഹകരിക്കുക. അപ്പോ തദ്ദേശീയരുടെ ലാംഗ്വേജും തദ്ദേശീയരുടെ ഭാഷാപരവും എന്ന് പറഞ്ഞാൽ ഏതാ ലിംഗ്വിസ്റ്റിക്. അപ്പോ തദ്ദേശീയരുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടും സാംസ്കാരികമായിട്ടും, ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ ഭാഷാപരവും കൾച്ചറൽ പറഞ്ഞാൽ സാംസ്കാരികവും. അപ്പൊ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ ഭാഷാപരവും സാംസ്കാരികവുമായ പ്രസക്തി ഉറപ്പാക്കുന്നതിനായി മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ രൂപകൽപ്പനയിലും നടപ്പാക്കലിലും അവരെ സഹകരിക്കുക. അടുത്ത പോയിന്റാണ് encouraging indigenous group to develop with the participation of entire community their own community level preparedness and risk reduction plan and strategies that include actionable contingency plans to protective livelihood and critical infrastructure. മുഴുവൻ സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ സ്വന്തം കമ്മ്യൂണിറ്റി തലങ്ങളിലുള്ള തയ്യാറെടുപ്പ്, അപകട സാധ്യത കുറയ്ക്കൽ പദ്ധതികൾ, ജീവിതങ്ങൾ, ഉപജീവന മാർഗങ്ങൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനക്ഷമമായ ആകസ്മിക പദ്ധതികൾ ഉൾപ്പെടുന്ന തന്ത്രങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ തദ്ദേശീയ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക. എൻകറേജിങ് ഇൻഡിജീനിയസ് ഗ്രൂപ്പ് ടു ഡെവലപ്പ് എൻകറേജിങ് ഇൻഡിജീനിയസ് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? പ്രാദേശിക ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക. എന്തിന്? ടു ഡെവലപ്പ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് എൻറ്റയർ കമ്മ്യൂണിറ്റി. അതായത് മുഴുവൻ സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെയും സ്വന്തം കമ്മ്യൂണിറ്റി തലത്തിലുള്ള തയ്യാറെടുപ്പ്, അപകട സാധ്യത, അതേപോലെ തന്നെ അപകട സാധ്യത കുറയ്ക്കൽ പദ്ധതികൾ, ജീവിതങ്ങൾ, ഉപജീവന മാർഗങ്ങൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനക്ഷമമായ പദ്ധതികൾ ഉൾപ്പെടുന്ന തന്ത്രങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ തദ്ദേശീയ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ 2015 നിർദ്ദേശിച്ച കാര്യങ്ങൾ. അതായത് ഡിസാസ്റ്ററിന്റെ റിസ്ക് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി ഈ 5 കാര്യങ്ങളാണ് അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചത്. അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻഡിജീനിയസ് നോളജ്. എന്തൊക്കെയാണ് പ്രാദേശികമായിട്ടുള്ള അറിവുകൾ? പ്രാദേശികമായിട്ടുള്ള അറിവുകളുടെ രീതികൾ ഏതൊക്കെ എന്നാണ്. അതിൽ ടെക്നിക്കൽ നോളജ് ഉണ്ട്, എക്കണോമിക് നോളജ് ഉണ്ട്, എൻവയോൺമെന്റൽ നോളജ് ഉണ്ട്. ഇത് ഓരോന്നും എന്താ എന്ന് നമുക്ക് വ്യക്തമാക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ടൈപ്സ് ഓഫ് ഇൻഡിജീനിയസ് നോളജ്, എന്തൊക്കെയാണ് പ്രാദേശികമായ അറിവുകൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായും 3 പ്രാദേശിക അറിവുകളാണ് ഉള്ളത് പറഞ്ഞു ടീച്ചർ. ടെക്നിക്കൽ നോളജ്, എക്കണോമിക് നോളജ്, എൻവയോൺമെന്റൽ നോളജ്. അതിൽ ടെക്നിക്കൽ നോളജ് എന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് ടീച്ചർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടില്ല. ഞാൻ മെറ്റീരിയലിൽ നോക്കിയിട്ട് ഞാൻ പറയുമായിരിക്കും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2 ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്തായെന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ മെറ്റീരിയലിൽ അത് മാർക്ക് ചെയ്തിടുക. അപ്പോൾ ടൈപ്സ് ഓഫ് ഇൻഡിജിനിയസ് നോളജ് 3 രീതിയിലാണ് ടൈപ്പ് ഉള്ളത്. ടെക്നിക്കൽ നോളജ് ഉണ്ട്, പിന്നെ എക്കണോമിക് നോളജ് ഉണ്ട്, എൻവയോൺമെന്റൽ നോളജ് ഉണ്ട്. അതിലെന്താണ് ടെക്നിക്കൽ നോളജ് എന്ന് നമുക്ക് നോക്കാം. സാങ്കേതികമായ പരിജ്ഞാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. The indigenous people use their technical knowledge gained over the years to address some of the concerns related to disaster risk reduction. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ പരിഹരിക്കുന്നതിന് തദ്ദേശവാസികൾ വർഷങ്ങളായി നേടിയെടുത്ത സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിക്കുന്നു. The indigenous people use their technical knowledge
gained over the years to address some of the concern related to disaster risk reduction. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പരിഹരിക്കുന്നതിനു വേണ്ടി തദ്ദേശവാസികൾ വർഷങ്ങളായി നേടിയെടുത്ത സാങ്കേതിക പരിജ്ഞാനം ഉപയോഗപ്പെടുത്തുന്നു. ടെക്നിക്കൽ നോളജ് അവിടെ ഉപയോഗപ്പെടുത്തുന്നു. ആരെ? ഇൻഡിജീനിയസ് പീപ്പിൾ. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന്, the traditional practices of the community are still the existence with the respect to construction of house and infrastructure in the flood inundate area, coastal region and the mountain region. അതായത് ഇതിനൊരു ഉദാഹരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ടെക്നിക്കൽ ടെക്നോളജി പറഞ്ഞാല്? ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശവാസികൾ അവരുടെ വർഷങ്ങളായി നേടിയെടുത്തിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിക്കുന്നു എന്നാണ് പറയണത്. ഉദാഹരണത്തിന്, വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും വീടുകളുടെ നിർമ്മാണവും അടിസ്ഥാന സൗകര്യങ്ങളും സംബന്ധിച്ച് സമൂഹത്തിന്റെ പരമ്പരാഗത രീതികൾ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഈ ട്രഡീഷണൽ ടെക്നോളജിന് ഉദാഹരണമായിട്ട് പറയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും വീടുകളുടെ നിർമ്മാണവും അടിസ്ഥാന സൗകര്യവും ഏത് രീതിയിലൂടെ ആയിരിക്കും? സമൂഹത്തിന്റെ പരമ്പരാഗത രീതികൾ ഇപ്പോഴും നിലവിലുണ്ട്. ഉദാഹരണം, 1991 ഉത്തരകാശി ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങൾ ദൃശ്യമായിരുന്നെങ്കിലും പരമ്പരാഗതമായി നിർമ്മിച്ച വീടുകൾ ഭൂരിഭാഗവും ദുരന്തത്തിന് ശേഷവും അതിജീവിക്കാൻ കഴിഞ്ഞു. അപ്പോ ദുരന്തം ഉണ്ടാകുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ അവർക്കറിയാം ഓരോ വർഷവും ഉണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം അവരുടെ ക്ലൈമാറ്റിക് ചേഞ്ച് എത്രത്തോളം അവരെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് വീടുകൾ നിർമ്മിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് ഏതൊക്കെ ഭാഗങ്ങളിൽ താമസിക്കുന്നവരാ? അതായത് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അവർക്ക് അനുയോജ്യമായിട്ടുള്ള വീടുകളായിരിക്കും നിർമ്മിക്കുക. കാരണം ആ വീട് വീണ്ടും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും അവർ നൽകിയിട്ടുണ്ടാവുക. അതിന് ഉദാഹരണമാണ് 1991 ഉത്തരകാശി ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങൾ ദൃശ്യമായിരുന്നെങ്കിലും പരമ്പരാഗതമായി നിർമ്മിച്ച വീടുകൾ ഭൂരിഭാഗവും ദുരന്തത്തിന് ശേഷവും നിലനിന്നു എന്നത് അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ സിമിലർലി കാശ്മീർ റീജിയൻ ഈസ് ആൾസോ known for its earthquake resistant construction practices, that is tank system and രാജി ദേവാരി സിസ്റ്റം. അതായത് പിന്നെന്താ പറയണത്? 2005 കാശ്മീരിൽ ഭൂകമ്പങ്ങളിൽ ഇത്തരം വീടുകൾ അതായത് 2005 കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തിലും ഇത്തരത്തിലുള്ള ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള നിർമ്മാണം ഭൂകമ്പത്തെ പോലും അതിജീവിക്കാൻ കഴിവുള്ള രീതിയിലുള്ള വീടുകളുടെ നിർമ്മാണം, അതിന് ടാങ്ക് സിസ്റ്റം, ഏത് സിസ്റ്റം എന്നാണ് അതിന് പേര് പറയുക? ടാങ്ക് സിസ്റ്റം ആൻഡ് ദാജി ദേവാറി സിസ്റ്റം. അതായത് ബങ്കർ എന്നൊക്കെ പറയും. ബങ്കർ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ അണ്ടർഗ്രൗണ്ടിന്റെ അടിയിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഭൂകമ്പത്തിൽ നിന്നും കാരണം മുകളിൽ വന്ന് പതിച്ചാലും ഒന്നും പറ്റില്ല, കാരണം അടിയിക്കാണത്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത്തരത്തിലുള്ള അറിവുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ദുരന്തത്തെ ഒഴിവാക്കാം എന്നാണ് ടെക്നിക്കൽ ടെക്നോളജിയിൽ പറയുന്നത്. നമ്മൾ വലിയ വലിയ കൊട്ടാരങ്ങളും ഫ്ലാറ്റുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒന്ന്
ഭൂമി കുലുങ്ങിയാലോ അല്ലെങ്കിൽ കാറ്റടിച്ചാലോ അതൊക്കെ ഒന്നായിട്ട് പൊളിഞ്ഞാടും. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടും നമുക്ക് താമസിക്കാൻ യോഗ്യമായ രീതിയിലുള്ള ചെറിയ ചെറിയ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാലും, ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാലും, ബങ്കറുകൾ ടാങ്ക് പോലെ രൂപത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാലും ഒരു പരിധി വരെ നമുക്ക് ദുരന്തത്തിൽ നിന്നും രക്ഷ നേടാമെന്നാണ് ടെക്നിക്കൽ നോളജിലൂടെ ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റ് ആണ് എക്കണോമിക് നോളജ്, സാമ്പത്തികമായിട്ടുള്ള അറിവ്. എന്താണ് എക്കണോമിക് നോളജ് എന്ന് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ. സാമ്പത്തികമായ വിജ്ഞാനം. The other type of indigenous knowledge is the economic knowledge used by the community at times of crisis. People come up with the economic ideas to address the issues on a temporary basis. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കമ്മിറ്റി ഉപയോഗിക്കുന്ന സാമ്പത്തിക പരിജ്ഞാനത്തിലെ മറ്റൊരു തരം തദ്ദേശീയ അറിവ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആളുകൾ സാമ്പത്തിക ആശയങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പൊ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്മിറ്റി ഉപയോഗിക്കുന്ന സാമ്പത്തിക പരിജ്ഞാനത്തിലെ അറിവ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിയുന്നു. അപ്പോൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ അതും നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പററി permanent shelter by the community with the locally available resources in both during and post disaster phases in an apt example. പിന്നെന്താ അവിടെ പറയുന്നത്? ഉദാഹരണത്തിന് ദുരന്ത സമയത്തും അതിനുശേഷവും പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹം താൽക്കാലികമായി സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു പദ്ധതി നിർമ്മിക്കുന്നത് ഉചിതമായ ഉദാഹരണമാണ്. ദുരന്ത സമയത്തും അതിനുശേഷവും പ്രാദേശികമായ ലഭ്യമായ നമുക്ക് കയ്യിൽ കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് താൽക്കാലികമായി താമസിക്കാൻ ഒരു വിഭവനം നിർമ്മിക്കുന്നത് ഏതിന് ഉദാഹരണമാണ്? എക്കണോമിക് നോളജ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, തൽക്കാലം താമസിക്കാൻ വലിയ ആഡംബരത്തിലൊന്നും അല്ലാതെ മുളകൾ കൊണ്ടോ മരങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ വലിയ ചെലവുമില്ല, നമ്മളുടെ തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ചോ അങ്ങനെ മരങ്ങൾ കൊണ്ടും ഓല കൊണ്ടും പുല്ല് കൊണ്ടും ഷീറ്റ് കൊണ്ടൊക്കെ താൽക്കാലികമായി നിർമ്മിക്കുന്ന ഭവനങ്ങളെയാണ് ഇവിടെ അത്തരം ചെലവ് കുറച്ചുകൊണ്ട് ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള അറിവിനെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക് നോളജ് എന്ന് പറയുന്നത്. എക്കണോമിക് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായിട്ട് വലിയ പണം ഒന്നും മുടക്കാതെ കുറഞ്ഞ പണം ഉപയോഗിച്ച് കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് താൽക്കാലികമായിട്ട് താമസിക്കാൻ കഴിയുന്ന ഭവനത്തിന്റെ നിർമ്മാണത്തെയാണ് എക്കണോമിക് നോളജ് എന്ന് പറയുന്നത്. അടുത്ത അറിവ് എന്താ? എൻവയോൺമെന്റൽ നോളജ്. എന്താണ് എൻവയോൺമെന്റൽ നോളജ് പറഞ്ഞാല്? Environmental knowledge is something which is sensed by the community even based on the minor or minute interference which they get from the environment or surrounding. For example, it is the knowledge which is based upon the experience during cyclone or flood. പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവ് എന്നത് സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒന്നാണ്. പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒന്നാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയതോ സൂക്ഷ്മമായ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കി പോലും, ഉദാഹരണത്തിന് ചുഴലിക്കാറ്റുകളോ വെള്ളപ്പൊക്കമോ പോലുള്ള അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അറിവ്, വെള്ളത്തിന്റെയോ മേഘങ്ങളുടെയോ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സമൂഹത്തിലെ അംഗങ്ങൾക്ക് പ്രവചിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതായത് ഭക്ഷണം കൂടുതൽ സംഭരിച്ചു വെക്കുക, വിറക് ലാഭിക്കുക, കുടിവെള്ളം സൂക്ഷിച്ചു വെക്കുക, കന്നുകാലികൾക്കുള്ള തീറ്റ ഒരുപാട് കാലത്തേക്ക് ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ ഏതിൻ്റെ അറിവാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അറിവാണ്. അപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അറിവ് പറഞ്ഞാൽ എന്താ? പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവ് എന്നത് സമൂഹം മനസ്സിലാക്കുന്ന ഒന്നാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയതോ സൂക്ഷ്മമായ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കി
ചുഴലിക്കാറ്റുകളോ വെള്ളപ്പൊക്കമോ പോലുള്ള അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അറിവാണ് അത്. നമുക്കറിയാം, ചില ആളുകൾക്ക് കാറ്റിന്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഒരു വിൻഡിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് എത്രത്തോളം ഭീകരത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മേഘത്തിന്റെ കളർ മാറ്റം കണ്ടാൽ അതെന്ന് മനസ്സിലാക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുക. നമ്മൾ മഴക്കാലം ആകുമ്പോഴേക്കും ആളുകൾ വിറക് ശേഖരിക്കും, കത്തിക്കുക. ഇപ്പൊക്കെ ഗ്യാസ് ആണെങ്കിലും കത്തിക്കാനുള്ള ഒരു വിറക് ശേഖരിച്ച് വെക്കുക. ഒരു അത്യാവശ്യം നമ്മൾ ഈ ഉണക്കി പൊടിപ്പിക്കുന്ന ധാന്യങ്ങളൊക്കെ അല്ലേ, ഗോതമ്പ്, അരി, അത്തരത്തിലുള്ള ധാന്യങ്ങളൊക്കെ കുറച്ചധികം പൊടിച്ച് വെക്കുക. അങ്ങനെ നമ്മൾ ഒരു മുന്നൊരുക്കം നടപ്പാക്കുക. പ്രകൃതിയിൽ വരുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കി നമ്മൾ കുറച്ച് മുന്നൊരുക്കങ്ങൾ പ്രിപ്പയർഡ് ചെയ്യുന്നതിനെയാണ് പരിസ്ഥിതിയുടെ അറിവ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ മാറ്റം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നൊരുക്കങ്ങൾ പ്രിപ്പയർഡ് ചെയ്യുന്നതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? എൻവയോൺമെന്റൽ നോളജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ നല്ല ശുദ്ധജലം സേവ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ, കാലിത്തീറ്റ തുടങ്ങിയവ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മളൊരു മുന്നൊരുക്കം, ടു ടേക്ക് പ്രിപ്പയർഡ്നെസ് എന്ന് പറയും. നമ്മളൊരു പ്രിപ്പയർഡ് ആവുക. നമ്മൾ കാലാവസ്ഥയെ മനസ്സിലാക്കി അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നതിനെയാണ് എൻവയോൺമെന്റൽ നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഇൻഡിജീനിയസ് നോളജിൽ 3 ഇൻഡിജീനിയസ് നോളജ് ഉള്ളത്. ടെക്നിക്കൽ നോളജ് ഉണ്ട്, എക്കണോമിക് നോളജ് ഉണ്ട്, എൻവയോൺമെന്റൽ നോളജ് ഉണ്ട്. 3 നോളജാ പറയുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഇൻഡിജീനിയസ് ഏർലി വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സൈക്ലോൺ. അതായത് പ്രാദേശികമായിട്ടുള്ള വാർണിംഗ് എന്തുണ്ടാവുമ്പോൾ, ചുഴലിക്കാറ്റ് ഉണ്ടാവുമ്പോൾ എന്തൊക്കെ വാർണിംഗ് ആണ് കൊടുക്കാറുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ കുട്ടികളെ, അപ്പൊ നമ്മൾ യൂണിറ്റ് 12 മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ഇൻഡിജീനിയസ് ഏർലി വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സൈക്ലോൺ. അതായത് എന്താണ് അവിടെ പറയുന്നത്? ചുഴലിക്കാറ്റിന്റെ തദ്ദേശീയ മുൻകൂർ മുന്നറിയിപ്പുകളും സൂചകങ്ങളും. ഇൻഡിജീനിയസ് ഏർലി വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സൈക്ലോൺ. ചുഴലിക്കാറ്റിന്റെ, സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചുഴലിക്കാറ്റ്. അപ്പൊ ആ ചുഴലിക്കാറ്റിന്റെ മുൻകൂർ മുന്നറിയിപ്പുകളും തദ്ദേശീയമായിട്ടുള്ള മുൻകൂറായിട്ടുള്ള മുന്നറിയിപ്പുകളും സൂചകങ്ങളും. ഒരു സൈക്ലോൺ ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് നമ്മളിതിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഏതൊക്കെ രീതിയിലാണ് ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. പ്രധാനമായും 4 പോയിന്റ്സാ പറയുന്നത്. വെതർ പാറ്റേൺസ് ഉണ്ട്, സീ റിവർ പാറ്റേൺസ് ഉണ്ട്, ആനിമൽ ബിഹേവിയർ ഉണ്ട്, അതർ ഉണ്ട്. എന്താണ് വെതർ പാറ്റേൺസ് എന്ന് നമുക്ക് നോക്കാം. വെതർ പാറ്റേൺസ് എന്ന് പറഞ്ഞാല് സ്കൈ ടേൺ ഗ്ലൂമി ആൻഡ് ഓവർകാസ്റ്റ്, ബ്ലോക്ക് റോൾസ് ഓഫ് ക്ലൗഡ് ആൻഡ് ചേഞ്ച് ഇൻ കളർ ഓഫ് ക്ലൗഡ്, ഇൻഡിക്കേഷൻ ഫോർ ഫ്ലഡ്. അതായത് അതിൽ വെതർ പാറ്റേൺസിൽ എന്താ വരുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ടോപ്പിക്ക്? ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് തദ്ദേശീയമായി നമ്മൾക്ക് നൽകുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തൊക്കെ മുന്നറിയിപ്പ്? വെതർ പാറ്റേൺസ് എന്ന് പറഞ്ഞാല് കാലാവസ്ഥാ പാറ്റേണുകൾ എങ്ങനെയൊക്കെയാണ് മാറിക്കൊണ്ട് ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ കാലാവസ്ഥാപരമായിട്ടുള്ള പാറ്റേണുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആകാശം സ്കൈ ടേൺ ഗ്ലൂമി ആൻഡ് ഓവർകാസ്റ്റ്, ആകാശം ഇരുണ്ടതും മേഘാവൃതമായി മാറുന്നു. മാത്രമല്ല വെള്ളപ്പൊക്കത്തിനുള്ള മേഘങ്ങളുടെ കറുത്ത ചുരുളുകളും ക്ലൗഡ് സൂചകങ്ങളുടെ നിറവ്യത്യാസവും കാണപ്പെടുന്നു. അപ്പോൾ സ്കൈ ടേൺ ഗ്ലൂമി ആൻഡ് ഓവർകാസ്റ്റ്, ബ്ലാക്ക് റോൾസ് ഓഫ് ക്ലൗഡ് ആൻഡ് ചേഞ്ച് ഇൻ കളർ ഓഫ് കളർ, ഇൻഡിക്കേഷൻ ഫോർ ഫ്ലഡ്. അതായത് വെള്ളപ്പൊക്കത്തിന്റെ സൂചകമായിട്ട് കാർമേഘങ്ങൾ ഇരുട്ടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. മാത്രമല്ല വെതർ അൺയൂഷ്വലി ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്, hot spell after rain, strong wind blow from the east wind blows in full noon, indicate of cyclone. If cloud move earthwards, it is indication of floods. Wind changing from east to south gets color, indication of the change of direction of cyclone. അതായത് തെക്ക് കിഴക്ക് നിന്ന് ശക്തമായ കാറ്റ് വീശുന്നു,
അതെ, കിഴക്ക് കാറ്റ് പൂർണ്ണമായും വീശും. ചുഴലിക്കാറ്റിന്റെ സൂചന. മേഘങ്ങൾ വടക്കോട്ട് നീങ്ങിയാൽ അത് വെള്ളപ്പൊക്കത്തിന്റെ സൂചനയാണ്. കിഴക്ക് നിന്ന് തെക്കോട്ട് കാറ്റ് മാറുന്നു. തണുപ്പ് അനുഭവപ്പെടുന്നു. ചുഴലിക്കാറ്റിന്റെ ദിശ മാറുന്നു. അപ്പോ എന്തൊക്കെയാണ് ആ ഒരു സൈക്ലോൺ ഉണ്ടാകുമ്പോൾ, ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം? അതായത് മഴയ്ക്ക് ശേഷമുള്ള കാലാവസ്ഥ അസാധാരണ വിധം എങ്ങനെയായിരിക്കും? ചൂടുള്ളതും ഈർപ്പമുള്ളതുമായി ആയിരിക്കും. തെക്ക് കിഴക്ക് നിന്ന് ശക്തമായ കാറ്റ് വീശും. കിഴക്ക് കാറ്റ് പൂർണ്ണമായും, അതേപോലെ ഉച്ചയ്ക്ക് കിഴക്കൻ കാറ്റ് പൂർണ്ണമായും വീശും. ചുഴലിക്കാറ്റിന്റെ സൂചനയാണ്. മേഘങ്ങൾ വടക്കോട്ട് നീങ്ങിയാൽ അത് വെള്ളപ്പൊക്കത്തിന്റെ സൂചനയാണ്. കിഴക്ക് നിന്ന് തെക്കോട്ട് കാറ്റ് മാറുന്നു. തണുപ്പ് അനുഭവപ്പെടുന്നു. ചുഴലിക്കാറ്റിന്റെ ദിശ മാറുന്നതിന്റെ സൂചനയാണ്. ഇപ്പൊ കിഴക്ക് നിന്ന് തെക്കോട്ട് കാറ്റ് മാറുക, അങ്ങനെ തണുപ്പ് അനുഭവപ്പെടുക, ഇതൊക്കെ ചുഴലിക്കാറ്റിന്റെ സൂചനയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതാണ് വെതർ പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സീ റിവർ പാറ്റേൺ. കടൽ നദീ പാറ്റേണുകൾ. എന്താണ് കടൽ നദീ പാറ്റേണുകൾ? നോക്കിക്കോളൂ. ബിഗ് വേവ്സ്, ഡാർക്ക് റോൾസ് ഓഫ് വാട്ടർ, ഗോറം ഗ്രൂം നോയിസ് ഇൻ ദ റിവർ, സ്മോക്കി ഓർ ക്ലൗഡി ഷേപ്സ് ഇൻ ദ സീ, പോണ്ട് ആൻഡ് റിവർ വാട്ടർ ബിക്കം ഹോട്ടൺ. ഇനി അതേപോലെ തന്നെ കടൽ നദീ പാറ്റേണുകളിൽ എന്തൊക്കെയാ സംഭവിക്കുക? അതായത് നദിയിൽ നിന്നും കടലിൽ നിന്നൊക്കെ ഗ്രും ഗ്രും എന്നുള്ള സൗണ്ട് ഉണ്ടാവുന്നു. അപ്പോ ചുഴലിക്കാറ്റിന്റെ മറ്റൊരു സൂചനയാണ് സീയിലും റിവറിലും സംഭവിക്കുന്ന മാറ്റം. ബിഗ് വേവ്സ്, ഡാർക്ക് റോൾസ് ഓഫ് വാട്ടർ. അതായത് ബിഗ് വേവ്സ്, വലിയ തിരമാലകളും ഇരുണ്ട വെള്ളത്തിന്റെ ഉരുളകളും പൊന്തുന്നു. വലിയ ആഞ്ഞടിച്ച, നിങ്ങൾ കണ്ടിട്ടില്ലേ ചുഴലിക്കാറ്റിന്റെ? നമുക്കറിയാം സുനാമി എന്ന കൊടുങ്കാറ്റിന്റെ ഭാഗമായിട്ടാണ് തിരമാലകൾ ഉയർന്നിട്ട് എത്രയോ ദശലക്ഷം ആളുകളും മരണപ്പെടുന്നതിനും ബിൽഡിംഗ് ഒക്കെ നശിക്കുന്നതിനൊക്കെ കാരണമായത്. അപ്പൊ വലിയ തിരമാലകളെ, അതേപോലെ തന്നെ ഇരുണ്ട വെള്ളത്തിന്റെ ഉരുളകളെ, ഇതൊക്കെ ഉയർന്നു പൊന്തുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ നദിയിൽ നിന്നും എങ്ങനത്തെ സൗണ്ട് ഉണ്ടാവുന്ന പറയുന്നത്? ഗ്രും ഗ്രും എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അടുത്തതാണ് ആനിമൽ ബിഹേവിയർ. അപ്പോ സൈക്ലോൺ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. വെതർ പാറ്റേൺ എന്താന്ന് നമ്മൾ പറഞ്ഞു. കാറ്റ് വീശുന്ന രീതികളെ കുറിച്ചാണ് അതിൽ പറഞ്ഞത്. സീ റിവർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കടലിലും അതേപോലെ തന്നെ നദികളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം, ഗ്ലും ഗ്ലും എന്നുള്ള ഒച്ച, ഗ്രും ഗ്രും എന്നുള്ള ഒരു സൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി ആനിമൽ ബിഹേവിയർ. എന്താണ് ആനിമൽ ബിഹേവിയർ എന്ന് പറഞ്ഞാല്? ഇത്തരത്തിലുള്ള സൈക്ലോണ്, ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക ആരാണ്? ആനിമൽസ് ആണ്. ആനിമൽസിന് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന പറയുന്നത്. ഇപ്പൊ കാറ്റിൽ ബിക്കം റെസ്റ്റ്ലെസ് ആൻഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഗ്രാസ്. കാറ്റിൽ ഡോഗ്സ് വെയിൽ കണ്ടിന്യൂസ്ലി അറ്റ് നൈറ്റ്. ബാർക്കിംഗ് ഓഫ് ഡോഗ്സ് ഇൻ ഡേ ടൈം, ഇൻഡിക്കേഷൻ ഓഫ് സൈക്ലോൺ. ഡോഗ്സ് ട്രാക്സ് ദ ഗ്രൗണ്ട് കണ്ടിന്യൂസ്ലി ആൻഡ് ക്ലിംബ് ട്രസ് വിത്ത് eggs on their back. Bees move around in the clusters. Cutlass fly high and cry. Flocking of large number of birds from north to south, indication of cyclone. Birds fly without distinction. Increased number of flies and mosquitoes. Insect attack cattle. Fish jump in the rivers and pond. Crow cockerels call fly at night. Frog call constantly. Foxes bark during the day. Cats come to the house and courtyard. എന്തൊക്കെ മാറ്റം ഉണ്ടാവുക മൃഗങ്ങളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കന്നുകാലികള് അസ്വസ്ഥമാകുന്നു, ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു. മാത്രല്ല കന്നുകാലികൾ, നായ്ക്കൾ രാത്രി തുടർച്ചയായി കരയുന്നു. പകൽ സമയത്ത് നായ്ക്കൾ വല്ലാണ്ട് ഓവറായിട്ട്, നായ്ക്കൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. കന്നുകാലികൾക്കും അതേപോലെ തന്നെ ഡോഗ്സിനൊക്കെയാണ് ഈ ചുഴലിക്കാറ്റിന്റെ സൂചന പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോ പകൽ സമയങ്ങളിൽ നായ്ക്കൾ കുരയ്ക്കുന്നു, ചുഴലിക്കാറ്റിന്റെ സൂചന മുന്നറിയിപ്പുകൾ അവർ നൽകുന്നു. ഡോഗ്സ് തുടർച്ചയായി എന്ത് ചെയ്യുന്നു? മണ്ണ് മാന്തി കുഴി ഉണ്ടാക്കും. അതേപോലെ തന്നെ ഉറുമ്പുകൾ എന്ത് ചെയ്യും? ഉറുമ്പുകൾക്ക് പോലും, ആൻസിന് പോലും അതിന്റെ സൂചന ഉണ്ടാവുന്നാണ് പറയുന്നത്. ഇൻസെക്റ്റുകൾ പോലും അതിന്റെ സൂചന കാണിക്കും. ഉറുമ്പുകൾ എന്ത് ചെയ്യും? മരങ്ങളിൽ കയറിപ്പറ്റും.
തേനീച്ചകൾ കൂട്ടമായിട്ട് എന്ത് ചെയ്യും, സഞ്ചരിക്കും. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, അതേപോലെ പക്ഷികൾ ഉറക്കെ കരഞ്ഞു പറക്കും. വടക്കു നിന്നും തെക്കു നിന്നും ഒക്കെ, നോർത്തുനിന്നും അതേപോലെ തന്നെ സൗത്തു നിന്നൊക്കെ വലിയ കൊടുങ്കാറ്റ് വീശുമ്പോൾ ധാരാളം പക്ഷികളുടെ കൂട്ടം ഒന്നിച്ചു പറക്കാൻ കാരണമാകുന്നു. അങ്ങനെ പക്ഷികളിലും മൃഗങ്ങളിലും കന്നുകാലികളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം ഏതിന്റെ സൂചനയാണ്? ആനിമൽ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ സൈക്ലോണിന്റെ സൂചനയാണ്. അപ്പൊ സൈക്ലോണിന്റെ സൂചന ഏതൊക്കെ? വെതർ പാറ്റേൺസ് പറഞ്ഞു, സീ ആൻഡ് റിവർ പാറ്റേൺസ് പറഞ്ഞു, ആനിമൽ ബിഹേവിയർ പറഞ്ഞു. ഇനി അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവ. അതായത് ബെൻഡിങ് ട്രീസ്, മരങ്ങൾ വളയുക, വാട്ടർ ഹൈറ്റ് ഇൻ ദ കനാലിന്റെ കനാലിലെ നീർപ്പൂവ്, മന്ദാരത്തിന്റെയും പരുത്തിയുടെയും ഇലകൾ അപ്പൊ പല ചെടികളുടെയും തല കീഴായി നിൽക്കുക. അതായത് വൃക്ഷങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും അതിന്റെ തലയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് മറഞ്ഞു നിൽക്കുക. അതേപോലെ തന്നെ ചെളിയുടെ ഗന്ധം, സ്മെല്ല് പുറത്തേക്ക് വരിക. അതേപോലെ തന്നെ ഇത്തരത്തിലൊക്കെ ഉള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകും എന്നാണ് ഏതിന്റെ സൂചനയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ചുഴലിക്കാറ്റിന്റെ സൂചനയായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ചുഴലിക്കാറ്റിന്റെ സൂചനയായിട്ട് ഏതൊക്കെ കാര്യങ്ങളാ? വെതർ പാറ്റേൺ, സീ ആൻഡ് റിവർ പാറ്റേൺ, ആനിമൽ ബിഹേവിയർ, അതർ. ഇതൊക്കെ ഏതിന്റെ സൂചനകളാണ് എന്നാ പറയുന്നത്? ഈ ഒരു ചുഴലിക്കാറ്റിന്റെ സൂചനകളായിട്ടാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചോളൂ. ഏതാണ്? ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അതായത് ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാദേശികമായിട്ടുള്ള അറിവ്. ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്, അതായത് നമുക്ക് പ്രാദേശികമായ അറിവും അതേപോലെ തന്നെ തന്ത്രങ്ങളും. എന്തൊക്കെയാണ് പ്രാദേശികമായിട്ടുള്ള അറിവും തന്ത്രങ്ങളും എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ വരുന്നതാണ് സൈക്ലോൺസ് ആൻഡ് ഫ്ലഡ്സ്. പ്രാദേശികമായിട്ടുള്ള അറിവും അതേപോലെ തന്നെ തന്ത്രങ്ങളും. അതിൽ സൈക്ലോൺ ആൻഡ് ഫ്ലഡ്സ് എന്താ നോക്കാം. ട്രഡീഷണൽ എന്തുകൊണ്ടാണ് ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറയാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഈ ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റുകളെ കുറിച്ചും ഫ്ലഡിനെ കുറിച്ചൊക്കെ ഒരു ധാരണ, ഒരു അറിവ് ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് ഒരു നല്ല അറിവുണ്ടായിരിക്കും. അപ്പൊ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. Traditional knowledge of the community has always been the guiding force for the community members to develop their own coping mechanism for different disasters faced by them. For instance, people living in cyclone-prone areas of frequent earthquake, landslide. അതായത് സമൂഹത്തിന്റെ അംഗങ്ങൾക്ക് നേരിടുന്ന വിവിധ ദുരന്തങ്ങളെ നേരിടാനുള്ള സംവിധാനം വികസിപ്പിക്കുന്നതിന് സമൂഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗത അറിവ് എപ്പോഴും വഴികാട്ടിയാണ്. അപ്പോൾ സമൂഹത്തിലെ അംഗങ്ങൾക്ക് നേരിടുന്ന വിവിധ ദുരന്തങ്ങളെ നേരിടാനുള്ള സംവിധാനം വികസിപ്പിക്കുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗത അറിവ് എപ്പോഴും വഴികാട്ടിയാണ്. ഉദാഹരണത്തിന്, ചുഴലിക്കാറ്റ് സാധ്യതയുള്ള പ്രദേശങ്ങളിലും പതിവായി ഭൂകമ്പങ്ങളെ, മണ്ണിടിച്ചില് തുടങ്ങിയ സംഭവങ്ങൾ ഉള്ള പ്രദേശങ്ങളിലും അത്തരം സംഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അറിവ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ ചുഴലിക്കാറ്റ് ഉണ്ടാവുകയാണെങ്കിലും സൈക്ലോൺ ഉണ്ടാവുകയാണെങ്കിലും അതേപോലെ തന്നെ ഫ്ലഡ് ഉണ്ടാവുകയാണെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണെങ്കിലും അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ, അറിവ് ഓരോ ആളുകൾക്കും ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് അത് നമുക്കറിയാം, കാലാവസ്ഥാ നിരീക്ഷകര് പറയാറുണ്ട് അല്ലേ, മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത്, ഇത്ര സെന്റിമീറ്റർ ദൂരം അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ദൂരം കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മഴക്കാലം മൺസൂൺ സീസൺ ആവുമ്പോൾ അലേർട്ടുകൾ പ്രഖ്യാപിക്കാറുണ്ട്. റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, ഗ്രീൻ അലേർട്ട് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത അപ്പൊ അതിനെയൊക്കെ കുറിച്ച്, കാലാവസ്ഥയെ കുറിച്ച് വ്യക്തമായ അറിവ് നൽകുന്നതിനെ പറയുന്ന പേരാണ് ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജി. അതിൽ വരുന്നതാണ് സൈക്ലോൺ ആൻഡ് ഫ്ലഡ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്
ചുഴലിക്കാറ്റുകളെ നേരിടാൻ സ്വീകരിക്കേണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി വരുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയെന്നാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളുടെ യൂണിറ്റ് 12 ലാസ്റ്റ് ടോപ്പിക്കുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ പഠിച്ചു ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. കാരണം പ്രാദേശികമായിട്ടുള്ള അറിവ് എന്തിനെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രാദേശിക അറിവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തദ്ദേശീയമായിട്ടുള്ള അറിവും തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇൻഡിജീനിയസ് നോളജിൽ പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തെക്കുറിച്ച് പല ആളുകൾക്കും അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കും. അതാണ് ഇൻഡിജീനിയസ് നോളജ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇതിൽ ഈ എഴുതിയിട്ട ടോപ്പിക്കിൽ 20 പോയിന്റ്സ് ആണ് വരുന്നത്. ആ 20 പോയിന്റ്സ് ഞാനിവിടെ പോയിൻ്റാക്കി എഴുതിയിട്ടില്ല, പക്ഷേ ക്ലാസ്സിൽ അത് പറഞ്ഞു തരും. നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടാവും, നിങ്ങൾ ആ മെറ്റീരിയൽ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ടോപ്പിക്ക് ശ്രദ്ധിക്കൂ. സം ഓഫ് ദ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ആർ അഡോപ്റ്റഡ് ടു ഡീൽ വിത്ത് സൈക്ലോൺ ഹാവ് ബീൻ ഡിസ്കസ്ഡ് ഹിയർ. അതായത് ചുഴലിക്കാറ്റുകളെ നേരിടാൻ സ്വീകരിക്കുന്ന ചില പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ചുഴലിക്കാറ്റുകളെ, സൈക്ലോണുകളെ നേരിടുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രതിരോധ തന്ത്രങ്ങളാണ് സ്വീകരിക്കാറുള്ളത്? അത് താഴെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെ എന്നാണ് നമ്മൾ 20 പോയിന്റ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ 20 പോയിന്റ്സ് ആണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ കുട്ടികളെ 12ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ഭാഗമാണ് ടീച്ചർ പറയണത്. അതിലെ തദ്ദേശീയമായ അറിവും അതിൻ്റെ നേരിടൽ തന്ത്രങ്ങളും നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചുഴലിക്കാറ്റ് സംഭവിക്കുമ്പോൾ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മളുടെ ഈ പോയിന്റ്സിൽ വരുന്നത്. അതിൽ 20 പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ നിങ്ങളൊരു 15 പോയിന്റ്സ് എങ്കിലും പഠിക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈക്ലോൺ നേരിടുമ്പോൾ some of the coping strategy that are adopted to deal with cyclone have been discussed here. അതായത് ചുഴലിക്കാറ്റുകളെ നേരിടാൻ സ്വീകരിക്കുന്ന ചില പ്രതിരോധ തന്ത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് പീപ്പിൾ വാപ്പ് ഓൾ അവൈലബിൾ സീഡ്സ് റൈസ് ആൻഡ് പാഡി ആൻഡ് ബെറി ഇറ്റ് അണ്ടർഗ്രൗണ്ട് വെൻ ദേ മൂവ് ഫോർ സഫർ പ്ലേസസ്. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ ആളുകൾ ലഭ്യമായ എല്ലാ വിത്തുകളും, സീഡ്സും, പിന്നെ റൈസ്, അരിയും, അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, പാടി, നെല്ലും എന്നിവ പൊതിഞ്ഞ് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു. അപ്പോൾ നമ്മൾ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുകയാണ് എന്നുള്ള ഇൻഫർമേഷൻ, സൈക്ലോൺ ഉണ്ടാവുകയാണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയണത്. ഒന്നാമതായി സ്വീകരിക്കേണ്ട നടപടി എന്ന് പറയുന്നത് എന്താണ്? സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ആളുകൾ എന്തെല്ലാം സുരക്ഷിതമായിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടണം എന്നാണ് പറയുന്നത്. ഒരു തുണിയിൽ കെട്ടിയിട്ട് എന്തൊക്കെ കുഴിച്ചിടണം? വിത്തുകളും, സീഡ്സുകളും, റൈസ്, അതേപോലെ തന്നെ അരിയും, പാടി, നെല്ല് തുടങ്ങിയവ പൊതിഞ്ഞ് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നത് നല്ലതായിരിക്കും. അതാണ് സൈക്ലോൺ ഉണ്ടാവുമ്പോൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ നടപടി. ചുഴലിക്കാറ്റ് കുറേ ഒരു മാസമൊന്നും നിൽക്കില്ല, ചിലപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് അത് മാറിക്കിട്ടും. അപ്പോൾ ആ ചുഴലിക്കാറ്റ് ഉണ്ട് എന്നുള്ളൊരു, സൈക്ലോൺ ഉണ്ടാവുക എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സ്വീകരിക്കേണ്ട നടപടി എന്താണ്? നമ്മളുടെ കയ്യിലുള്ള വിത്തുകളും ധാന്യങ്ങളൊക്കെ നമ്മൾ പൊതിഞ്ഞ് മണ്ണിനടിയിൽ സുരക്ഷിതമായി കുഴിച്ചിടുക. രണ്ടാമതായിട്ട് പറയുന്നത് some family wrap all their important papers, document and other valuable and bury it underground before leaving their houses. ചില കുടുംബങ്ങൾ തങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും പൊതിഞ്ഞ് മണ്ണിനിടയിൽ കുഴിച്ചിടുകയും വീട് വിട്ടു പോകുകയും ചെയ്യുന്നു. അപ്പോൾ സൈക്ലോൺ ഉണ്ടാവുക എന്ന ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചില ഫാമിലീസ് എന്ത് ചെയ്യുന്ന പറയണേ? Some family wrap all their important papers, document and other valuable and bury it underground before leaving their houses.
ചില ഫാമിലികൾ തങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ പൊതിഞ്ഞ് എന്ത് ചെയ്യും, മണ്ണിനടിയിൽ കുഴിച്ചിടുകയും ലിവിങ് ഹൗസസ് എന്ന് പറഞ്ഞാൽ എന്താ, വീട് വിട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ നടപടി. ഒരു സൈക്ലോൺ ഉണ്ടാവുക എന്ന ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതായി ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റാണ് ടീച്ചർ പറയുന്നത്. ഹൗസസ് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ ഹയർ പ്ലിനത്ത് വെയർബൈ ദ വാട്ടർ കനോട്ട് എൻറ്റർ ദ ഹൗസ്. വെള്ളം വീടിനുള്ളിൽ കയറാത്ത വിധം ഉയർന്ന തൂണിലാണ് വീടുകൾ നിർമ്മിക്കേണ്ടത്. ദ ഹൗസസ് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ ഹയർ പ്ലിന്ത് വെയർബൈ ദ വാട്ടർ കനോട്ട് എൻറ്റർ ദ ഹൗസ്. വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാത്ത വിധം വീട് വളരെയധികം ഉയരത്തിലേക്ക് കൺസ്ട്രക്ട് ചെയ്യായിരിക്കും നല്ലത്. അതും നമുക്ക് എന്തിനെ പ്രതിരോധിക്കാൻ സാധിക്കും? അത് ചുഴലിക്കാറ്റിൽ നിന്നും പ്രതിരോധിക്കാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ഫ്ലഡിൽ നിന്നും പ്രതിരോധിക്കാൻ സാധിക്കും കേട്ടോ. ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്? ഇഫ് ദ ക്ലൗഡ്സ് മൂവ് ടുവേർഡ്സ് നോർത്ത് ദർ ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദർ വിൽ ബി ഫ്ലഡ് ഇൻ 3 or 4 days. അതേപോലെ തന്നെ മേഘങ്ങൾ വടക്കോട്ട് നീങ്ങിയാൽ 3-4 ദിവസത്തിനുള്ളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഇഫ് ദ ക്ലൗഡ് മൂവ് ടുവേർഡ്സ് നോർത്ത് ഭാഗത്തേക്ക്, അതായത് നോർത്ത് ഭാഗത്തേക്ക് പറഞ്ഞാൽ വടക്കു ഭാഗത്തേക്ക് മേഘങ്ങൾ നീങ്ങുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? വെള്ളപ്പൊക്കം സാധ്യത ഉണ്ടാകുമെന്ന് സൂചന നൽകുന്നുണ്ട് എന്നാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നും നമ്മളുടെ മേഘങ്ങൾ വടക്കോട്ട് ഇങ്ങനെ ശക്തമായി കറുത്തിരുണ്ട് ഇങ്ങനെ നീങ്ങണ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് നല്ല കനത്ത മഴ പെയ്യാൻ, ഫ്ലഡ് ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗത്തു നിന്നും ലിവിങ് ആയി പോകാൻ കഴിയും. ആ ഭാഗം അല്ലെങ്കിൽ വീട് ഉപേക്ഷിച്ചിട്ട് തൽക്കാലം മാറി താമസിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്ത പോയിന്റാണ് പറയുന്നത്, ഫിഫ്ത്ത് പോയിന്റ്. Some people, while looking at the color of the cloud and their formation, can predict about flood. അതായത് മേഘങ്ങളുടെ നിറവും അവയുടെ രൂപീകരണവും നോക്കി ചിലർക്ക് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയും. Some people, while looking at the color of the cloud പറഞ്ഞാൽ എന്താ? മേഘങ്ങളുടെ കളറ് മനസ്സിലാക്കിയിട്ട് എന്ത് പ്രവചിക്കാം, എന്ത് ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയും? Their formation can predict about flood. അപ്പോൾ മേഘങ്ങളുടെ നിറം ആ നിറത്തിലുണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കി എന്ത് പ്രവചിക്കാൻ കഴിയും? ഫ്ലഡ് പ്രവചിക്കാൻ, അതായത് വെള്ളപ്പൊക്കം പ്രവചിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആറാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത് നോക്കൂ. പീപ്പിൾ ഗ്രോവ് ബനാന ട്രീസ് അറൗണ്ട് ദ ഹൗസസ് അറ്റ് ദ ബനാന സ്റ്റെംസ് ആർ യൂസ്ഡ് ഫോർ ഫ്ലോട്ടിംഗ്. സംതിങ് സിമിലർ ടു എ ബോട്ട് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ബനാന സ്റ്റെം ആൻഡ് ഈസ് ആൾസോ യൂസ്ഡ് ആസ് ലാർജ്. അതേപോലെ തന്നെ വാഴത്തണ്ടുകൾ പൊങ്ങിക്കിടക്കാൻ ഉപയോഗിക്കുന്നതിനാൽ ആളുകൾക്ക് വീടുകൾക്ക് ചുറ്റും വാഴകൾ വളർത്തുന്നതും വാഴത്തണ്ടുകൾ നിർമ്മിച്ച് ഒരു വള്ളം പോലെ തോന്നിക്കുന്ന ഒരു ചങ്ങാടം പോലെ ഇതുണ്ടാക്കുന്നതും എന്തിന് സഹായിക്കും? വെള്ളപ്പൊക്കത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടാൻ സഹായിക്കും. അപ്പം നമ്മളുടെ വീടിന് ചുറ്റും ബനാന ട്രീസ് എന്നാണ് പറയുന്നത്. ബനാന ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുമ്പോൾ പെട്ടെന്ന് തന്നെ വാഴയുടെ ആ തണ്ടുകൊണ്ട് അത് 3-4 എണ്ണം ഒന്നിച്ച് കെട്ടി ചങ്ങാടം പോലെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാം? ഒരുപാട് എന്നല്ല, 2-3 ആളുകൾക്ക് അതിലിരുന്നിട്ട് അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഏരിയയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏഴാമത്തെ പോയിന്റിൽ പറയാണ്, ബനാന ലീവ്സ് ആർ യൂസ്ഡ് ആസ് ഫോഡർ ഡ്യൂറിങ് സൈക്ലോൺ ആൻഡ് ഫ്ലഡ്. അതേപോലെ ചുഴലിക്കാറ്റുകളിലും വെള്ളപ്പൊക്കത്തിലും വാഴയില കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു. ബനാന ലീവ്സ് ആർ യൂസ്ഡ് ആസ് ഫോഡർ ഡ്യൂറിങ് സൈക്ലോൺ ആൻഡ് ഫ്ലഡ്. സൈക്ലോൺ ഉണ്ടാവുമ്പോഴും ഫ്ലഡ് ഉണ്ടാവുമ്പോഴും അവിടെ ഫോഡറായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ബനാനയാണ് യൂസ് ചെയ്യുന്നത്. ബനാന ലീവ്സ് ആർ യൂസ്ഡ് ആസ് ഫോഡർ ഡ്യൂറിങ് സൈക്ലോൺ ആൻഡ് ഫ്ലഡ് ഉണ്ടാവുമ്പോഴും സൈക്ലോൺ ഉണ്ടാവുമ്പോഴും ബനാന ലീവ്സ് ആണ് അവിടെ ഫോഡറായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റാണ് പറയുന്നത്, ശ്രദ്ധിച്ചോളൂ.
People identify nearby village and inform them beforehand for their temporary migration and shelter in those village in case of flood. വെള്ളപ്പൊക്കമുണ്ടായാൽ താൽക്കാലിക കുടിയേറ്റത്തെക്കുറിച്ചും താമസത്തെക്കുറിച്ചും ആളുകൾ അടുത്തുള്ള ഗ്രാമങ്ങൾ തിരിച്ചറിയുകയും മുൻകൂട്ടി അറിയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ പീപ്പിൾ ഐഡൻറ്റിഫൈ നിയർ ബൈ വില്ലേജ് ആൻഡ് ഇൻഫോം ദം ബിഫോർ ഹാൻഡ് ഫോർ ദിയർ ടെമ്പററി മൈഗ്രേഷൻ ആൻഡ് ഷെൽട്ടർ ഇൻ ദോസ് വില്ലേജ് ഇൻ ദ കേസ് ഓഫ് ഫ്ലഡ്. അതായത് ഫ്ലഡ് ഉണ്ടായാൽ താൽക്കാലികമായി കുടിയേറ്റത്തെക്കുറിച്ചും താമസത്തെക്കുറിച്ചും ആളുകൾ അടുത്തുള്ള ഗ്രാമങ്ങൾ തിരിച്ചറിയുകയും മുൻകൂട്ടി അറിയുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ നദീതീരങ്ങളിലോ പുഴയുടെ തീരങ്ങളിലോ ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ തന്നെ വെള്ളം ഇങ്ങനെ ഉയരുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ഫ്ലഡ് ഉണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് മാറി വേറൊരു ഗ്രാമത്തിലേക്ക് നമ്മളുടെ കുടുംബാംഗങ്ങളുള്ള മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതരായിട്ട് മാറുകയാണ് നല്ലത് എന്നുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റാണ് 9ാമത്തെ പോയിന്റാണ് 9th പോയിന്റ്. പീപ്പിൾ സ്റ്റോർ ഫുഡ് സ്റ്റഫ്, ഡ്രൈ ഫുഡ്, കോക്കനട്ട്, പംകിൻ എക്സെട്ര ടു ബി യൂസ്ഡ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. ദുരന്തത്തിന് ശേഷം ഉടൻ ഉപയോഗിക്കുന്നതിനായി ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ, ഉണങ്ങിയ ഭക്ഷണം, തേങ്ങ, മത്തങ്ങ മുതലായവ സൂക്ഷിക്കുന്നു. പീപ്പിൾ സ്റ്റോർ, പീപ്പിൾ എന്ത് ചെയ്യുന്നു? ഫുഡ് സ്റ്റഫ്, ഡ്രൈ ഫുഡ്, കോക്കനട്ട്, പംകിൻ എക്സെട്ര ടു ബി യൂസ്ഡ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദയർ ഡിസാസ്റ്റർ. ദുരന്തത്തിന് ശേഷം ഉപയോഗിക്കുന്നതിനായി ആളുകൾ ഭക്ഷ്യവസ്തു പെട്ടെന്ന് കേടുവരാത്ത ഭക്ഷ്യവസ്തുക്കൾ, ഉണങ്ങിയ ഭക്ഷണങ്ങളും. ഇപ്പം നമുക്കറിയാം ഈ മാംസങ്ങളൊക്കെ നമുക്ക് സാൾട്ടും അതേപോലെ പെപ്പറും കുരുമുളക് പൊടിയൊക്കെ ടർമറിക് പൗഡറൊക്കെ ഉപയോഗിച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാം, കേടുവരില്ല. അപ്പം അങ്ങനത്തെ ഉണക്കിയ ഫുഡുകളും പിന്നെന്താണ് കോക്കനട്ടും പംകിൻ തുടങ്ങിയ പ്രോഡക്ട്സുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കും. കാരണം ഇത്തരം ഫ്ലഡ് സൈക്ലോൺസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഭക്ഷണക്ഷാമം ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റാണ് 10ാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ബീറ്റിംഗ് ഓഫ് ഡ്രംസ് ഫോർ ഡെസിമിനേഷൻ ഓഫ് വാർമിംഗ്. മുന്നറിയിപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? ഡെസിമിനേഷൻ മുഴക്കുക പറഞ്ഞാൽ എന്താ? സൗണ്ട് ഉണ്ടാക്കുക. മുന്നറിയിപ്പ് പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഡ്രമ്മ് മുഴക്കാനാ പറയുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അപായ സൂചന നേരിടുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആളുകളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡ്രമ്മിൻ്റെ സൗണ്ട് ഉണ്ടാക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 10ാമത്തെ പോയിന്റിൽ മുന്നറിയിപ്പ് പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഡെസിമിനേഷൻ ഓഫ് വാർണിംഗ്. ആൻഡ് 11th പോയിന്റാണ് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസ് ബ്ലോവിംഗ് ഓഫ് വിൻഡ് ഫ്രം ഈസ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സൈക്ലോൺ ഈസ് അപ്രോച്ചിങ് മോർ. So if within 2 hours the wind start becoming hot, indication is that the intensity of cyclone will be more. അതേപോലെ തന്നെ കിഴക്കു നിന്ന് തുടർച്ചയായി വീശുന്ന കാറ്റ് ചുഴലിക്കാറ്റ് ആകുന്നതിൻ്റെ സൂചനയാണ് എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ബ്ലോവിംഗ് ഓഫ് വിൻഡ് ഫ്രം ഈസ്റ്റ്, കിഴക്കു ഭാഗത്തു നിന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ സൂചനയാണെന്നാണ് പറയുന്നത്? ചുഴലിക്കാറ്റിൻ്റെ സൂചനയാണ്. അങ്ങനെ പിന്നെ മോർ സോ ഈഫ് വിത്തിൻ 2 hours the wind start becoming hot, indication is that the intensity of cyclone will be more. അങ്ങനെ 2 മണിക്കൂറിനുള്ളിൽ കാറ്റ് ചൂടാകാൻ തുടങ്ങിയാൽ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത കൂടുതലായിരിക്കുമെന്നാണ് സൂചന. അപ്പോൾ നമുക്കൊരു സൈക്ലോൺ ആണ് എന്ന് മനസ്സിലാവുക എങ്ങനെയാണ്? കിഴക്കു ഭാഗത്ത് നിന്നായിട്ട് ശക്തമായി കണ്ടിന്യൂസ് ആയിട്ട് കാറ്റ് വീശുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അതൊരു ചുഴലിക്കാറ്റാണ്, സൈക്ലോൺ ആണ്. മാത്രമല്ല അത് ചൂട് പിടിച്ചുകൊണ്ടുള്ള
കാറ്റാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അത് വളരെ തീവ്രത കൂടുതലായിട്ടുള്ള, കാഠിന്യം ഇൻറ്റൻസിറ്റി കൂടുതലായിട്ടുള്ള വിൻഡാണ് വീശുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മളുടെ സൈക്ലോണിൻ്റെ മറ്റൊരു സൂചനയായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റാണ് ടീച്ചർ പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. If the wind changes its direction from east to south and gets cooler, it indicates that the cyclone has changed its direction. 12ാമത്തെ പോയിന്റാണ് പറയുന്നത്. If the wind changes its direction from east to south and gets cooler, it indicates that the cyclone has changed its direction. കിഴക്ക് നിന്ന് തെക്കോട്ട് ദിശ മാറ്റുകയും തണുക്കുകയും ചെയ്താൽ ചുഴലിക്കാറ്റ് അതിൻ്റെ ദിശ മാറിയെന്നു സൂചിപ്പിക്കുന്നു. ഇഫ് ദ വിൻഡ് ചേഞ്ച് ഈസ് ഡയറക്ഷൻ ഫ്രം ഈസ്റ്റ് ടു സൗത്ത് ആൻഡ് ഗെറ്റ് കൂളർ, ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സൈക്ലോൺ ഹാസ് ചേഞ്ച്ഡ് ഈസ് ഡയറക്ഷൻ. കിഴക്ക് നിന്ന് തെക്കോട്ട് കാറ്റ് ദിശ മാറുകയും കൂളർ എന്ന് പറഞ്ഞാൽ എന്താ, തണുക്കുകയും ചെയ്താൽ ആ സൈക്ലോണിൻ്റെ ദിശ മാറിയെന്ന് സൂചിപ്പിക്കാം. അപ്പം കിഴക്ക് നിന്നും തെക്കോട്ട് കാറ്റിൻ്റെ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയും അത് ചൂട് കാറ്റിന് പകരം തണുത്ത കാറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ കാറ്റിൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞ് ദിശ മാറി എന്ന് മനസ്സിലാക്കാം. അടുത്തത് 13ാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കുട്ടികൾ ശ്രദ്ധിച്ചോളൂ. 13th പോയിന്റ്. ബാർക്കിംഗ് ഓഫ് വില്ലേജ് ഡോഗ് വിത്തൗട്ട് എനി പ്രൊവക്കേഷൻ ഡ്യൂറിങ് ദ ഡേ ടൈം ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ആൻ അൺയൂഷ്വൽ ഇവൻറ്റ് ലൈക്ക് സൈക്ലോൺ അപ്രോച്ചിങ് ഇൻ ദ ഇമീഡിയറ്റ് ഫ്യൂച്ചർ. പകൽ സമയത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ ഗ്രാമത്തിലെ നായക്കൾ കുരയ്ക്കുന്നത് ചുഴലിക്കാറ്റ് പോലുള്ള അസാധാരണമായ സംഭവങ്ങൾ വരാനിരിക്കുന്നതിൻ്റെ സൂചനയാണ്. ബാർക്കിംഗ് ഓഫ് വില്ലേജ് ഡോഗ് പറഞ്ഞാൽ എന്താ? ബാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കുരയ്ക്കുക, ശക്തമായിട്ട് സൗണ്ടോട് കൂടി കുരയ്ക്കുന്ന സൗണ്ടിനെയാണ് ഇവിടെ ബാർക്കിംഗ് എന്ന് പറയുക. ബാർക്കിംഗ് ഓഫ് വില്ലേജ് ഡോഗ് പറഞ്ഞാൽ എന്താ? ഗ്രാമത്തിലെ നായക്കൾ ശക്തമായി കുരയ്ക്കുമ്പോൾ ആ ഗ്രാമത്തിൽ എന്തോ ഒരു അസാധാരണമായിട്ടുള്ള എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുണ്ട് എന്ന സൂചനയാണ്. ബാർക്കിംഗ് ഓഫ് വില്ലേജ് ഡോഗ് വിത്തൗട്ട് എനി പ്രൊവക്കേഷൻ ഡ്യൂറിങ് ദ ഡേ ടൈം ഇൻഡിക്കേറ്റീവ് ഓഫ് ആൻ അൺയൂഷ്വൽ ഇവൻറ്റ് ലൈക്ക് സൈക്ലോൺ അപ്രോച്ചിങ് ഇൻ ദ ഇമീഡിയറ്റ് ഫ്യൂച്ചർ. അതായത് പകൽ സമയത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ ഗ്രാമത്തിലെ നായക്കൾ കുരയ്ക്കുന്നുണ്ടെങ്കിൽ അത് ചുഴലിക്കാറ്റ് പോലുള്ള അസാധാരണമായ സംഭവങ്ങൾ അടുത്തിടെ വരാനിരിക്കുന്നുണ്ട് എന്ന സൂചനയാണ്. ദ ഡോഗ് സ്റ്റാർട്ട് സ്ക്രാച്ചിങ് ദ ഗ്രൗണ്ട്. സ്ക്രാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിന് സ്ക്രാച്ചിങ് എന്ന് പറയുക? മാന്തുക. പട്ടികൾ നിലം മാന്താൻ തുടങ്ങുമ്പോഴും എന്തിൻ്റെ സൂചനയാണ് എന്നാ എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ചില പട്ടികൾ അങ്ങനെ വളരെ ശൗര്യത്തോടു കൂടി നിലം അങ്ങനെ മാന്താൻ തുടങ്ങുമ്പോഴും എന്ത് മനസ്സിലാക്കാം? അത് എന്തിൻ്റെ സൂചനയാണ്? അത് എന്തോ അപായ സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പോയിന്റാണ് ഫിഷർമാൻ get substantive each of a particular fish prior to the cyclone which normally they are unable to get. സാധാരണയായി മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേക മത്സ്യത്തിൻ്റെ ഗണ്യമായ അളവ് ചുഴലിക്കാറ്റിന് മുമ്പ് അവർക്ക് ലഭിക്കും. അപ്പോൾ സാധാരണയായിട്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകുമ്പോൾ അവർക്ക് നോർമലി കിട്ടാത്തതിനേക്കാൾ കൂടുതൽ മത്സ്യം കിട്ടുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? കടലിൽ എന്തോ തിര ഇളകി വരുന്നുണ്ട്. അങ്ങനെ തിര വല്ലാതെ ഇളകുമ്പോൾ മത്സ്യങ്ങൾ മുന്നിക്ക് വരും. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് മത്സ്യം കിട്ടാനുള്ള കാരണം. അപ്പോൾ സാധാരണയായിട്ട് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഒരുപാട് മത്സ്യം കിട്ടുകയാണെങ്കിലും അതൊരു എന്തിൻ്റെ സൂചനയായിട്ടാണ്? എന്തോ ഒരു അപകട സൂചനയായി കണക്കാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്.
അടുത്ത പോയിന്റാണ് 16ാമത്തെ പോയിന്റ്, 15th പോയിന്റ്. The fisherman net catch particular small plankton which they never get otherwise. This also indicates that a cyclone is approaching. അതായത് മത്സ്യത്തൊഴിലാളികൾ വലകളിൽ ചെറിയ പ്ലവകങ്ങൾ പിടിക്കപ്പെടുന്നു. അവ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരു ചുഴലിക്കാറ്റ് അടുക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വലകളിൽ ഈ പ്ലവകങ്ങൾ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിഷർമാൻ നെറ്റ്സ് ക്യാച്ച് പാർട്ടിക്കുലർ സ്മാൾ പ്ലാൻകോട്ടൺ. പ്ലാൻകോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ വഴുവഴുത്ത എന്തെങ്കിലും ലാവ പോലത്തെ ഒരു ഇതാണ്, അതിനാണ് പ്ലവകങ്ങൾ എന്ന് പറയുക. അത്തരത്തിലുള്ള ലാവ പോലത്തെ വഴുവഴുത്ത സാധനം വലയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് മനസ്സിലാക്കാന്നാണ് പറയുന്നത്? ദുരന്തം അടുത്ത് വരാനായി എന്ന് മനസ്സിലാക്കാം. 17ാമത്തെ പോയിന്റാണ് നമ്മൾ പറയുന്നത്. എ സ്ട്രേഞ്ച് ആൻഡ് റാദർ thundering sound from sea for 2-3 days indicate that a cyclone is about to strike. 2-3 ദിവസത്തേക്ക് കടലിൽ നിന്നും വരുന്ന വിചിത്രവും ഇടിമുഴങ്ങിയതുമായൊരു ശബ്ദം ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. എ സ്ട്രേഞ്ച് ആൻഡ് റാദർ thundering sound from sea for 2-3 days indicate that a cyclone is about to strike. 2-3 ദിവസത്തേക്ക് കടലിൽ നിന്നും വരുന്ന വിചിത്രമായിട്ടുള്ള ഇടിമുഴക്കങ്ങളും ശബ്ദവും എന്തിൻ്റെ സൂചനയാണ്? ചുഴലിക്കാറ്റ് വരുന്നതിൻ്റെ സൂചനയാണ്. അടുത്ത പോയിന്റാണ്. If the cloud move fast from north to south, then there is a likelihood of cyclone. മേഘങ്ങൾ വടക്ക് നിന്ന് തെക്കോട്ട് വേഗത്തിൽ നീങ്ങുകയാണെങ്കിൽ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ട്. മേഘങ്ങൾ വടക്കു നിന്ന് തെക്ക് ഭാഗത്തേക്കായിട്ട് നീങ്ങുകയാണെങ്കിൽ എന്തിൻ്റെ സാധ്യതയാണ്? അത് ചുഴലിക്കാറ്റിൻ്റെ സാധ്യതയാണ്. നെക്സ്റ്റ് പോയിന്റാണ്. ബേർഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഫ്ലോക്ക് ടുഗദർ ആൻഡ് ഫ്ലൈ ഫ്രം നോർത്ത് ടു സൗത്ത് give the indication to the community about an approaching cyclone. വലിയ തോതിൽ പക്ഷികൾ കൂട്ടമായി വടക്കോട്ടും തെക്കോട്ടും പറക്കുകയാണെങ്കിൽ അത് ചുഴലിക്കാറ്റ് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ബേർഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ഒന്നിച്ച് പക്ഷികൾ വടക്കു ഭാഗത്തേക്കും അതേപോലെ തന്നെ തെക്കു ഭാഗത്തേക്കും കൂട്ടമായിട്ട് പറക്കുകയാണെങ്കിൽ അതും എന്തോ ഒരു അനർത്ഥം അഥവാ സൈക്ലോൺ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്. People do not plant big trees near their houses so that these may not fall on them when the cyclone approaches. ചുഴലിക്കാറ്റ് വരുമ്പോൾ വീടുകളിൽ വീഴാതിരിക്കാൻ ആളുകൾ വീടിനടുത്ത് വലിയ മരങ്ങൾ നടാറില്ല. പൊതുവെ ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള മേഖലകളിൽ വലിയ പെട്ടെന്ന് ചെറിയ മരങ്ങൾ അങ്ങനെ വീഴില്ല, വലിയ മരങ്ങളാണ് കടപുഴകി വീഴുക. അപ്പോൾ അത്തരം ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ ആ ഭാഗങ്ങളിൽ വലിയ മരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വെച്ച് പിടിപ്പിക്കാൻ ആളുകൾ തയ്യാറാവുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സൈക്ലോൺ ആണെങ്കിലും ഫ്ലഡ് ആണെങ്കിലും അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന നടപടികളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അതായത് ചുഴലിക്കാറ്റുകളിൽ നിന്നും നേരിടേണ്ട ചില പ്രതിരോധ തന്ത്രങ്ങൾ, ചില കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് അറിയപ്പെടുന്നത് ഇത്രയും പോയിന്റ്സുകളാണ്. ആ 20 പോയിന്റ്സോളം വരും. ടീച്ചർ ആ 20 പോയിന്റ്സും പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ എഴുതിയിട്ടിട്ടില്ല, പക്ഷെ പറയുമ്പോൾ തന്നെ നിങ്ങളെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ ആ ക്ലാസ് ശ്രവിക്കാൻ. അപ്പോൾ ആ 20 പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇനി നമുക്ക് ഡ്രോട്ട്, വരൾച്ച നേരിടുമ്പോൾ എന്താണ് വരൾച്ച എന്നും ആ വരൾച്ച നേരിടുമ്പോൾ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ.